ഗായ്സ്, അങ്ങനെ നമ്മൾ ആറ്റ് നോറ്റ് കുറുക്കഞ്ചേരി പോയി എങ്ങനെ എത്തി മക്കളെ. രാവിലെ തന്നെ ഒരു 11 മണി നേരെ, കുറച്ച് ലേറ്റ് ആയി പോയി അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് പൂരപ്പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ആ റോഡിൽ നമ്മൾ സ്കൂട്ടി അവിടെ സൈഡിൽ വെച്ചിട്ട് റോട്ടിൽ കൂടെ അങ്ങനെ നടന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ആ ചെയ്യാരം വഴി. എന്താ പവർ, എന്താ പറയുക, നമുക്ക് തന്നെ കയറി തുള്ളാൻ തോന്നും, അത്രയും പവറിലായിരുന്നു. ഇതേ പിള്ളേരൊക്കെ എയറിൽ നിന്ന് കളിക്കുന്ന കണ്ടില്ലേ ഗൈസ്. കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടതിന് ശേഷം നമുക്ക് നടന്നു പോയി കാണാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാ ഈ കാവടികളും അമ്പലത്തിൽ ചെന്നിട്ട് ഒരു കൊട്ടലും തുള്ളലും ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോണ വഴികളത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺപിള്ളേരും പെൺപിള്ളേരും ഒരേ വൈബിൽ തന്നെയായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത്. പണ്ടൊക്കെ പെൺപിള്ളേർ കളിക്കുന്ന എന്തോ ഭയങ്കര അത്ഭുതം പോലെയൊക്കെയുണ്ട്. ഇപ്പോൾ അടിപൊളിയാ ഗൈസ്. ദേ കണ്ടില്ലേ, കൊച്ചുങ്ങളാ പിള്ളേർ അച്ചാച്ചന്മാർ അമ്മാവൻ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് നടക്കുന്ന ഒരു സമയം തന്നെ കേട്ടോ കുറുക്കഞ്ചേരി പൂയം. കാണേണ്ട കാഴ്ച. ഈ സാധനം എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ലെന്ന് ഞാൻ അവിടെ കണ്ടത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. ഇതൊക്കെ ഞാൻ തമിഴ്നാടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു ഗൈസ് ഏറ്റവും കൂടുതൽ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ സൂപ്പറായിരുന്നു. ആരാ നിൽക്കാത്ത കളിക്കാത്തവർ പോലും അവിടെ നിന്ന് കഴിഞ്ഞാൽ കളിച്ചു പോകും. അത്രയധികം ഉണ്ടായിരുന്നു. വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ. പിന്നെ ചെറിയൊരു ടാബ്ലോ പോലത്തെ ഉണ്ടായിരുന്നു മദ്യപാനത്തിനെതിരായിട്ടുള്ളത്. പിന്നെ പൂരപ്പലഹാരങ്ങൾ, കരിമ്പ് ജ്യൂസ്, കുലുക്കി സർബത്ത്, അതൊക്കെ ഇല്ലാണ്ട് ഒരു പൂരമുണ്ടോ ഗൈസ്. അങ്ങനെ അതൊക്കെ കണ്ട് ദേ നമ്മുടെ അടിപൊളി പന്തൽ അവിടെ നിൽക്കുന്നു, പന്തലിച്ച്. ആ 2 പന്തലും പിന്നെ ദേ അപ്പുറത്തായിട്ട് വേറൊരു പന്തലും ഉണ്ടായിരുന്നു. ദേ ബലൂണ്, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ നേരെ അമ്പലത്തോട്ട് കിടക്കാനുള്ള വഴി നോക്കിയിട്ടായിരുന്നു കേട്ടോ പോകുന്നുണ്ടായിരുന്നു. നമുക്കവിടെ പ്രത്യേകിച്ച് വഴികളൊന്നും കാണാനില്ല. അവസാനം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴിയുണ്ട്, അങ്ങോട്ട് കിടക്കാമെന്ന് വെച്ചാൽ. കാരണം നല്ല തിരക്കായിരുന്നു. അവിടെ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നമ്മൾ വേറെ ഒരു സൈഡിൽ കൂടെ ഉള്ള ഒരു വഴിയിൽ കൂടെ നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതേ കണ്ടില്ല ഇഷ്ടം പോലെ കാവടികൾ. ഇപ്രാവശ്യം കാവടിനേക്കാളും വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ടത് കുറേ എക്സ്ട്രാ ഇങ്ങനെ ഷൂലൊക്കെ കുത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വൈബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ മക്കളെ വേറെ ലെവലായിരുന്നു ഗൈസ്. നമ്മൾ ഉള്ളിൽ ഭയങ്കര തിരക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അടിപൊളിയായിട്ട് നമുക്ക് നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൽച്ചോട്ടിൻ്റെ അവിടെ ഫുള്ള് ബുക്ക് ചെയ്തിട്ടായിരുന്നു ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ കയറി ഇങ്ങനെ തെക്കും തിരക്കില്ലാത്തൊരു സമയത്തായിരുന്നു ഈ ആന വരുന്നത്. ആന വരുമ്പോൾ ഒരു റഷ് അങ്ങനെ തന്നെ ഒരു തിരക്കായിരുന്നു ഗൈസ്. പക്ഷെ അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ കാണാൻ. ഗൈസ്, ഈ പൂരത്തിന് മാത്രം ഇറങ്ങുന്ന ചില സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ സ്റ്റെപ്പ് ഇടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് അങ്ങനെ സ്പ്രിങ് വെച്ച പോലെയായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത് ഗൈസ്. അയാളുടെ ഒരു പ്രത്യേക സ്റ്റെപ്പുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മുകളിൽ ജഡ്ജിമാരൊക്കെ മാർക്കിടാൻ വേണ്ടി നിൽക്കണ്ടായിരുന്നു. പിള്ളേർ കളിച്ചത് കണ്ടില്ലല്ലോ നോക്കി നിൽക്കുമ്പോഴായിരുന്നു 2 പേര് ആദ്യം വൈദ്യുണ്ടായിരുന്നു. പിന്നെ അവിടെ വന്ന എല്ലാവരും സ്റ്റെപ്പോട് സ്റ്റെപ്പായിരുന്നു ഗൈസ്. അങ്ങനെ അവിടുത്തെ അടിപൊളി മേളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോണ വഴി ഒടുക്കത്തെ വെയിൽ കാരണം നമ്മളൊരു സർവത്ത് കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചാൽ നമ്മൾ പോണ വഴി ഒരു കടയിൽ കയറിയിട്ടോ. കടയിൽ കയറിയിട്ട് ഞാൻ ജീരക സോഡയായിരുന്നു കുടിച്ചത്. പിന്നെ ജ്യോതിയും അനീത്തിയും ഒരു സോഡാ സർബത്തൊക്കെ കുടിച്ച് നമ്മളങ്ങനെ ഹാപ്പി ആയിട്ടാണ് അവിടുത്തെ മടങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്. പിന്നെ ഹാപ്പി പൂയം കേട്ടോ.